മാഗസിൻ നൊമ്പരങ്ങളുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോട് കൂടിയുള്ളത് ക്രിസ്ത്യനിലെ സന്തോഷ് ബ്രദറാണ്. ബ്രദറോട് നമുക്ക് ചോദിക്കാം, സന്തോഷിട്ട ഈ കാലഘട്ടത്തിൽ ഒത്തിരിയേറെ കുട്ടികൾക്ക് ആഗ്രഹമുണ്ട് ദൈവാനുഗ്രഹങ്ങൾ നേടാൻ. ഒത്തിരിയേറെ ആഗ്രഹമുണ്ട് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളും ഫലങ്ങളും നേടാൻ. അതിനുള്ള വഴികൾ എന്തൊക്കെയാണ്? പരിശുദ്ധാത്മാവിൻ്റെ ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കണമെങ്കിൽ ഒരു വ്യക്തി വചനപ്രകാരം ജീവിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പല കുട്ടികളുടെയും അതാണ് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യണം, ദൈവത്തിൻ്റെ അനുഗ്രഹം സ്വന്തമാക്കണം. പിന്നെ ഓർക്കുന്നു, മോൾ ഈ സംഭവം ചോദിച്ചപ്പോൾ ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ ധ്യാനത്തിനായിട്ട് വന്ന ജിതിൻ എന്ന പേരാണ് ഒരു കുട്ടിയുടെ സംഭവം. അവൻ 10ലാണ് പഠിക്കുന്നത്. പരീക്ഷ ഒരുക്ക ധ്യാനത്തിന് വന്നിരിക്കുന്നത് എന്ന് വെച്ചാൽ ഏതാനും ദിവസങ്ങൾ കൊണ്ട് പരീക്ഷ വരും, 2 മാസം മുമ്പ്. അപ്പോൾ അതിന് അനുഗ്രഹം വേണം, അതിനുവേണ്ടി വന്നത്. അപ്പോൾ ജിതിൻ വന്നു. ജിതിനുമായിട്ട് വ്യക്തിപരമായിട്ട് സംസാരിക്കാൻ വിളിച്ചു. ജിതിന് ക്ലാസ് കൂടാനോ ധ്യാനത്തിൽ യേശുവിൻ്റെ വചനം കേൾക്കാൻ താല്പര്യമൊന്നുമില്ല. ജിതിനോട് ആരോ പറഞ്ഞു, നീ പോയൊരു ക്രിസ്ത്യൻ ധ്യാനം കൂടിയാൽ നിനക്ക് എന്ത് കിട്ടും? ദൈവാനുഗ്രഹം കിട്ടും, നിനക്ക് ജയിക്കാൻ സാധിക്കും. അതിനുവേണ്ടി ജിതിൻ വന്ന്. ജിതിനിവിടെ വന്നപ്പോഴാണ് പാട്ട്, പ്രാർത്ഥന, വചനം വായിക്കണം, ധ്യാനിക്കണം, കുമ്പസാരിക്കണം, പിന്നെ കാര്യങ്ങളെല്ലാം ചിട്ടയായിട്ട് നിൽക്കണം, തോന്നുന്ന പോലെ ജീവിക്കാൻ പറ്റുകയില്ല. അത് ജിതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആദ്യത്തെ ദിവസം ജിതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് എന്നറിയാവോ? ജിതിന് കൊണ്ടുവന്ന മൊബൈൽ ഫോൺ നമ്മൾ വാങ്ങിച്ചു വെക്കും. മൊബൈൽ ഫോൺ തരാൻ പറഞ്ഞു. അത് ജിതിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ജിതിനെ പറഞ്ഞു വിട്ടയാൾ പറഞ്ഞത്, പോയി ധ്യാനം കൂടുക, വേണ്ടതെല്ലാം നിനക്ക് ലഭിക്കും. ജിതിൻ വിചാരിച്ച് വന്നിരിക്കുക, കാര്യങ്ങളൊക്കെ കേൾക്കുക, എന്നിട്ട് നേരെ പോയി അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോകാമെന്ന്. അപ്പോൾ ജിതിനുമായിട്ട് സംസാരിച്ചപ്പോൾ ജിതിൻ്റെ മാനസിക മേഖലകളെ വെളിപ്പെടുത്തി കാണുകയാണ്. കാരണം ജിതിൻ ഒരു തന്നിഷ്ടപ്രകാരം ജീവിക്കുന്ന കുട്ടിയായിരുന്നു. തനിക്ക് ശരിയെന്ന് തോന്നുന്നതെല്ലാം അവൻ ചെയ്തുകൊണ്ടിരിക്കുക. തോന്നുമ്പോൾ കിടക്കും, തോന്നുമ്പോൾ എഴുന്നേൽക്കും. പഠിത്തത്തിൽ ഡിസിപ്ലിനില്ല, എല്ലാം തന്നിഷ്ടപ്രകാരം നടത്തുക. അതിനകത്ത് അപ്പൻ വേദനിക്കുന്നതെന്നോ അമ്മ വേദനിക്കുന്നതെന്നോ ഒന്നുമില്ല. അവൻ്റെ ഒരു പെങ്ങളുണ്ട്, പെങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് ഇവൻ്റെ സ്വഭാവം കാരണം. പക്ഷെ അതൊന്നും അവനെ ബാധിക്കുന്നില്ല. അവൻ തനിക്ക് ഇഷ്ടപ്പെട്ട് എഴുന്നേൽക്കുന്നു, പഠിക്കാൻ തോന്നിയാൽ കുറച്ച് നേരം പഠിക്കുന്നു. കൂടുതൽ സമയം അവൻ്റെ ജീവിതം മുഴുവൻ മൊബൈൽ ഫോണിലാണ്. അവൻ്റെ ചിന്തകളും ആഗ്രഹങ്ങളും പ്രതീക്ഷകളെല്ലാം വാസ്തവത്തിൽ പറഞ്ഞാൽ ഈ മൊബൈൽ ഫോണിൻ്റെ ശൈലിയിലാണ്. പക്ഷെ അവൻ ഇപ്പോഴെന്ത് ചെയ്യുന്നു? എങ്ങനെയെങ്കിലും പരീക്ഷയ്ക്ക് ജയിക്കണം. അപ്പം അവൻ്റെ ജീവിതത്തിൽ പരീക്ഷ റിസൾട്ട് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ക്രിസ്മസ് പരീക്ഷയിലും അതിനുമ്പത്തെ പരീക്ഷയിലും തീരെ മാർക്ക് കുറവാണ്. അപ്പോൾ അധ്യാപകരും ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജിതിൻ എന്ത് ചെയ്യുന്നു, ചിലപ്പോൾ പരാജയപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ തോൽക്കുന്ന കാര്യം അവനോട് ചിന്തിക്കാനും മേല. പക്ഷേ ജീവിതത്തിൽ മാറ്റം വരുത്താനും അവന് തയ്യാറല്ല. പക്ഷേ അവന് മുമ്പിൽ നിൽക്കുന്നൊരു വലിയതാണ്, ഈ പ്രാവശ്യത്തെ ഫൈനൽ എക്സാമിന് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ചിലപ്പോൾ തോൽക്കാനുള്ള സാധ്യതകളും ഉണ്ടെന്നാണ്. അപ്പോൾ ഈ കുട്ടിയുടെ സംഭവങ്ങളെല്ലാം കേട്ട് സംസാരിച്ച് മനസ്സിലായി, ഇവന് ഈശോയുടെ വഴിയെ വരാതെ അനുഗ്രഹം സ്വന്തമാക്കാൻ സാധിക്കില്ല. അപ്പോൾ ബൈബിളിൽ അവനിങ്ങനെ വായിച്ചു കൊടുത്തു. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അവൻ്റെ ബൈബിൾ കൊണ്ടിട്ടുണ്ടായിരുന്നു. 17-ാം അധ്യായം എടുക്കാനായിട്ട് പറഞ്ഞു. അവിടെ അനുഗ്രഹം പ്രാപിക്കാനുള്ള വഴിയെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ സംഭവം ഇതാണ്. എന്ത് ചെയ്യുന്നു? അതിൻ്റെ 2 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അസീറിയ രാജാവ് ബാബിലോൺ, കുത്ത, അവ, ഹമാദ്, സെഫാർവയിം എന്നിവിടങ്ങളിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇസ്രായേൽ ജനത്തിന് പകരം സമരിയ നഗരങ്ങളിൽ പാർപ്പിച്ചു. അവർ സമരിയ സ്വന്തമാക്കി അതിൻ്റെ നഗരങ്ങളിൽ വസിച്ചു. പല ദേശക്കാരെ, ഭാഷക്കാരെ ഇസ്രായേൽ ജനം താമസിച്ചുകൊണ്ടിരുന്ന ദേശത്ത് കൊണ്ട് താമസിപ്പിച്ചു. പല ആൾക്കാർ വരികയാണ്. അപ്പം പല നേച്ചറുള്ളവരുണ്ട്, പല സംസ്കാരങ്ങളുള്ളവരുണ്ട്, പല ഭാഷക്കാരുണ്ട്, വ്യത്യസ്തമായ ഭാഷയിലുള്ളവർക്ക് വ്യത്യസ്തമായ കൾച്ചറുകൾ പലതുമുണ്ട്. അങ്ങനെ എല്ലാവരോടും കൂടി എന്ത് ചെയ്തു? സമരിയയിൽ വന്ന് താമസിച്ചു. സമരിയ ആര് വസിച്ച സ്ഥലമാണ്? ഇസ്രായേൽ ജനം, ദൈവത്തിൻ്റെ മക്കൾ വസിച്ച സ്ഥലമാണ്. അവിടെയെല്ലാം വസിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു? ഇസ്രായേൽക്കാരെല്ലാം മാറ്റിയിട്ട് ഇവരെ കൊണ്ടുവന്ന് പാർപ്പിച്ചു. അപ്പോൾ അവിടെ ഒരു സംഭവം ഉണ്ടായി. 25-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അവിടെ വാസം തുടങ്ങിയ കാലത്ത് അവർ കർത്താവിനോട് ഭക്തിയാദരങ്ങൾ കാണിച്ചില്ല.
അതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയച്ചു. അവ അവരിൽ കുറേ പേരെ കൊന്നു. ഉണ്ടോ? അപ്പോൾ അവരെന്ത് ചെയ്തു? ആ പട്ടണത്തിൽ സമരിയായി നിന്ന സമയത്ത് എന്ത് ചെയ്യണമായിരുന്നു? ആരെപ്പോലെ ജീവിക്കണമായിരുന്നു? ദൈവത്തോടുള്ള സ്നേഹത്തെയും ദൈവത്തെ അനുസരിക്കുവാനും ദൈവത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കണമായിരുന്നു. പക്ഷേ ഈ ദേശക്കാരെന്ത് ചെയ്തില്ല? അവർ ഈ വഴി സഞ്ചരിക്കുകയോ ദൈവത്തിൻ്റെ വഴിയെക്കുറിച്ച് ചിന്തിക്കുകയോ ദൈവത്തിൻ്റെ വഴിയോ പോയില്ല. അപ്പോൾ ദൈവം എന്ത് ചെയ്തു? വചനം പറയുന്നതാണ്, ആരെ അയച്ചെന്നാണ് പറയുന്നത്? സിംഹങ്ങളെ അയച്ചു. അവർ സിംഹം വന്ന് എന്ത് ചെയ്തു? അവരിൽ കുറേ പേരെ കൊന്നു അല്ലെങ്കിൽ നശിപ്പിച്ചു. അപ്പോൾ ഈ ബൈബിൾ ഭാഗം വായിച്ചിട്ട് അവനോട് പറഞ്ഞു, മോനെ, നിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചെന്താ? നീ ഇപ്പോൾ നിൻ്റെ ഈ പ്രായത്തിൽ എന്ത് ചെയ്യുന്നു? 10ാം ക്ലാസ് പഠിക്കുക, നീ തോന്നിവാസം ജീവിക്കുക. നീ ചെയ്യുന്നതെല്ലാം നിനക്കെന്താ? ശരിയാണ്. കാരണം തെറ്റെന്ന് പറയുന്നത് അവൻ്റെ ജീവിതത്തിലില്ല. അവൻ പറയുന്നതെല്ലാം അവന് ശരിയാണ്. അവന് എന്തിനും ഓരോ ന്യായങ്ങളുണ്ട് പറയാനായിട്ട്. പഠിത്തത്തെക്കുറിച്ച് ചോദിച്ചാലും കുട്ടന്, ആ മോന് ഓരോ ന്യായം പറയാനുണ്ട്. അപ്പോൾ ദൈവവചനം വായിച്ചിട്ട് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ വചനം അനുസരിക്കാത്ത ലൈഫ് സ്റ്റൈലിലോട്ട് വന്നപ്പോൾ ദൈവം എന്ത് ചെയ്തു? സിംഹങ്ങളെ അയച്ച് ആ ജനത്തെ കൊന്നു കളഞ്ഞതുപോലെ നിൻ്റെ അനുഗ്രഹങ്ങളെ എന്ത് ചെയ്യുന്നു? തിന്മ മോഷ്ടിക്കുന്നു. അപ്പോൾ ഇതുമായിട്ട് ചേർന്ന് വരുന്ന ബൈബിൾ ഭാഗമാണ്. ഇതവിടെ ഇരിക്കട്ടെ. നമുക്ക് 1 പത്രോസ്ലീഹ എഴുതിയ ലേഖനം 5-ാം അധ്യായം 8-ാമത്തെ വാക്യം. ഈ ഭാഗം നമുക്ക് ബാക്കി പിന്നീട് വായിക്കണം. 1 പത്രോസ് 5:8 വായിക്കാം. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. ശത്രുവായ സാത്താൻ എന്ത് ചെയ്യുന്നു? ആരെ വിഴുങ്ങണമെന്ന് കരുതി എന്ത് ചെയ്യുന്നു? ചുറ്റി നടക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ മകനോട് പറഞ്ഞു കൊടുത്ത, മോനെ, നീ നെഗറ്റീവായിട്ട് ജീവിക്കുമ്പോൾ നിനക്ക് നീ ദൈവാനുഗ്രഹം കിട്ടുന്നുണ്ട്. ആ ദൈവാനുഗ്രഹം അവൻ ആഗ്രഹിക്കുന്നു. അതിനിടയ്ക്ക് എന്നോട് പറഞ്ഞറിയാവോ, ഞാൻ ഞങ്ങളുടെ അടുത്തൊരു തീർത്ഥാടന പള്ളിയുണ്ട്, അവിടെ ഞാൻ പോകാറുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ആ പള്ളിയിൽ പോകുന്നതുകൊണ്ട് ഗുണമില്ല. കാരണം നീ നിൽക്കുന്ന എവിടെയാണ്? പാപത്തിലാണ്, അശുദ്ധിയിലാണ്. അശുദ്ധി നിൽക്കുന്നിടത്തോളം കാലം നിനക്ക് അനുഗ്രഹം സ്വന്തമാക്കാനായിട്ട് സാധ്യമല്ല. ഇപ്പോൾ ചില കുട്ടികൾക്കെങ്കിലും ഉണ്ട്, ഞാൻ എന്ത് ചെയ്യുന്നു? എല്ലാ ദിവസവും ഇന്ന പള്ളിയിൽ ആഴ്ച ഒരിക്കൽ പോകുന്നുണ്ട്, തീർത്ഥാടനം നടത്തുന്നുണ്ട്. അപ്പോൾ ധാരാളം പേര് വർഷത്തിൽ ഒരിക്കൽ എന്ത് ചെയ്യുന്നു? വേളാങ്കണ്ണിക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ ഈശോ വർഷത്തിൽ ഒരിക്കലല്ല നമ്മളിൽ നിന്ന് ഭക്തിയോ അല്ലെങ്കിൽ ആധ്യാത്മികത ആഗ്രഹിക്കുന്നത്, പിന്നെന്താ? എപ്പോഴും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഒരു പക്ഷേ സന്തോഷേട്ടാ, നമ്മൾ ഇപ്പോൾ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഞാൻ അവിടെ പോകുന്നുണ്ട്, ഇവിടെ പോകുന്നുണ്ട്, സ്ഥിരമായി ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, ഇന്ന പള്ളിയിൽ പോകുന്നുണ്ട്, എന്നിട്ടും എനിക്ക് ജീവിതത്തിലൊന്നും ഉയരാനോ എൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കിട്ടുന്നില്ല എന്ന് പറയുന്നത്. ഒരു പക്ഷേ അവർ ആ ഒരു സമയത്തേക്ക് മാത്രമായിരിക്കും. അല്ലാത്ത സമയത്ത് ഒരു പക്ഷേ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാൻ അവർക്ക് സാധിക്കാതെ വരുന്നത് കൊണ്ടാണ്. ചിലവരെ സംബന്ധിച്ചോളം അവർ കാണുന്നത് അറിയാവോ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ശ്രദ്ധിച്ചാൽ കാണും, ചില വ്യക്തികൾ വർഷത്തിൽ ഒരിക്കൽ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ വേളാങ്കണ്ണിക്ക് പോകുന്നു, ചെല്ലുന്നു, അവിടെ ചെന്ന് പ്രാർത്ഥിക്കുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അതോടുകൂടി അവരുടെ ഒരു വർഷത്തെ എല്ലാ ആത്മീയ കാര്യങ്ങളും തീരുക. അപ്പോൾ ഈശോ ഒരിക്കലും ഈ സ്പിരിച്വാലിറ്റിയെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഈശോ ആഗ്രഹിക്കുന്നത് ഒരു വ്യക്തിക്ക് ശാശ്വതമായിട്ട് ദൈവത്തെ അനുഗ്രഹം സ്വന്തമാക്കണമെങ്കിൽ, ദൈവവുമായിട്ടൊരു കൂട്ടായ്മ ലഭിക്കണമെങ്കിൽ അവൻ ദൈവത്തിൻ്റെ വചനപ്രകാരം എന്ത് ചെയ്യണം? ലൈഫ് ക്രമീകരിക്കണം. അപ്പോൾ ഇവിടെ ജിതിനെ സംബന്ധിച്ച് ജിതിൻ ചെയ്തനാ, ജിതിൻ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നു. ഇടയ്ക്ക് പോയി എന്ത് ചെയ്യുന്നു? അനുഗ്രഹത്തിന് വേണ്ടി ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു. അപ്പോഴും ദൈവമായിട്ട് എന്തില്ല? ഒരു ബന്ധമില്ല. അപ്പോൾ സമരിയക്കാരുടെ ദേശത്ത്, ആ ദേശത്ത് ജനങ്ങൾ എന്ത് ചെയ്യുന്നു? മോശമായിട്ട് പെരുമാറിയപ്പോൾ പ്രകൃതി അവർക്ക് എന്തായിട്ട് മാറി? എതിരായിട്ട് മാറി. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് തിരിച്ചറിയാനായിട്ട് സാധിച്ചു. 26-ാമത്തെ വാക്യമുണ്ട്, നമുക്ക് വായിക്കാം. 2 രാജകുമാര പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 26-ാമത്തെ വാക്യം. സമരിയ നഗരങ്ങളിൽ കൊണ്ടുവന്ന് പാർപ്പിച്ച ജനതകൾക്ക് നാട്ടിലെ ദൈവത്തിൻ്റെ നിയമം അറിവില്ലാത്തതിനാൽ അവിടുന്ന് അവരുടെ ഇടയിലേക്ക് സിംഹങ്ങളെ അയക്കുകയും അവ അവരെ കൊല്ലുകയും ചെയ്യുന്നുവെന്ന് അസീറിയ രാജാവ് അറിഞ്ഞു. ഉത്തരവാദിത്തപ്പെട്ട അസീറിയ രാജാവിന് തിരിച്ചറിവ് ലഭിച്ചു. ജനങ്ങളുടെ ഇടയിലേക്ക് സിംഹം ഇറങ്ങുവാനും ജനങ്ങൾ നശിക്കുവാനും ദുഃഖവും ദുരിതവും അനുഭവിക്കാൻ കാരണം എന്താ? ജനങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ദൈവത്തോട് ഭക്തി അല്ലെങ്കിൽ ദൈവത്തെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞു. വാസ്തവത്തിൽ
ജിതിനെ ഈ ധ്യാനത്തിൽ പറഞ്ഞു വിട്ട ആൾ എന്താ ചെയ്തത്? ഈ തിരിച്ചറിവാ. ജിതിൻ യേശുവിനെ അനുസരിക്കുകയോ യേശുവിനെ സ്നേഹിക്കുകയോ യേശുവിന് വചനം പഠിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ജിതിൻ്റെ ജീവിതത്തിൽ ആരിറങ്ങിയിരിക്കുന്നു? സിംഹം ഇറങ്ങിയിരിക്കുന്നു. ജിതിൻ ദൈവത്തിൻ്റെ വചനം പഠിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാണെങ്കിൽ ഈ സിംഹത്തിൻ്റെ ആക്രമണത്തിൽ എന്ന് വെച്ചാൽ പരാജയത്തിൽ നിന്ന് ജിതിന് രക്ഷപ്പെടാനും നിത്യതയിലേക്ക് അല്ലെങ്കിൽ നല്ലൊരു അനുഗ്രഹത്തിലേക്ക് വരാൻ സാധിക്കുകയും ചെയ്യുമെന്ന്. അപ്പോൾ ഞങ്ങൾ ജിതിനോട് പറഞ്ഞു, മോനെ നിന്നെ ധ്യാനത്തിൽ പറഞ്ഞു വിട്ട ആൾ ഉദ്ദേശിച്ചത് എന്താ? നീ എന്ത് ചെയ്യണം? യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് വരണം. യേശുവിൻ്റെ വചനപ്രകാരം നീ എന്ത് ചെയ്യണം? ജീവിതം ക്രമപ്പെടുത്തണം. അപ്പം ഇപ്രകാരം എന്ത് ചെയ്തു? അതിനുവേണ്ടിയാണ്. അപ്പം ജിതിൻ ചോദിച്ചു, അപ്പം നിങ്ങൾ വല്ലപ്പോഴും ഒരു ധ്യാനമുള്ളത് എപ്പോഴാണ്? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിന്നെ വചനം പഠിപ്പിക്കുവാൻ, നിനക്ക് വചനം തരുവാനായിട്ട് എല്ലാ സ്ഥലത്തും ആരുണ്ട്? ഇടവകയിൽ വൈദികരുണ്ട്. നീ ഒരിക്കലെങ്കിലും അച്ഛൻ്റെ അടുത്ത് പോയാൽ ചോദിച്ചു. അപ്പം പറഞ്ഞില്ല, സൺഡേ സ്കൂളിൽ വല്ലപ്പോഴും പോകും, തിരിച്ചു വരും എന്നല്ലാതെ അച്ഛനുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. അപ്പോൾ ഈ സമരിയ ദേശത്ത് വന്ന ഈ ദുഃഖത്തെ അല്ലെങ്കിൽ തകർച്ച എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ജിതിനോട് വായിക്കാൻ പറയും. 27-ാമത്തെ വാക്യം വായിക്കാം. അവൻ കൽപ്പിച്ചു, അവിടെ നിന്ന് കൊണ്ടുവന്ന ഒരു പുരോഹിതനെ അങ്ങോട്ട് അയക്കുക. അവൻ അവിടെ താമസിച്ച് ദേശത്തെ ദൈവത്തിന്റെ നിയമം അവരെ പഠിപ്പിക്കട്ടെ. ദേശത്തെ ദൈവത്തിന്റെ നിയമം അവരെ പഠിപ്പിക്കട്ടെ. ജിതിനോട് പറഞ്ഞു, മോനെ നീ ദൈവത്തിന്റെ നിയമം പഠിക്കാൻ തയ്യാറാകുമ്പോൾ, അനുസരിക്കാൻ തയ്യാറാകുമ്പോൾ സർവശക്തനായ യേശു ക്രിസ്തു നിന്നെ അനുഗ്രഹിക്കുമെന്ന്. അപ്പോൾ ഇവിടെ ഈ രാജാവ് പറഞ്ഞ പ്രകാരം എന്ത് ചെയ്തു? ഒരു പുരോഹിതൻ പോയി സമരിയ ദേശത്തെ ജനങ്ങളെ നിയമം പഠിപ്പിച്ചു. അവരപ്രകാരം ജീവിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എന്ത് ചെയ്തു? അവരുടെ മേൽ അയച്ച സിംഹം പിന്നീട് വന്ന് അവരെ ശല്യപ്പെടുത്തിയിട്ടില്ല. ബൈബിൾ വായിച്ചിട്ട് ഇത് വിശദീകരിച്ച് കൊടുത്തിട്ട് ജിതിനോട് പറഞ്ഞു, എൻ്റെ ജിതിനെ നിനക്ക് അനുഗ്രഹം വേണമെങ്കിൽ നീ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ നിയമം അനുസരിക്കണം. ദൈവത്തിൻ്റെ വചനം നീ ഹൃദയത്തിൽ സ്വീകരിക്കണം. അപ്പം നിൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യുന്നു? രൂപാന്തരീകരണം സംഭവിക്കും. അതുവഴി നീ ദൈവത്തിൻ്റെ പാതയിൽ വരുമ്പോൾ ദൈവം നിനക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ചെയ്തു വരുമെന്ന്. ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ അവൻ ഈ ഷെയറിങ് കേട്ടു, പ്രാർത്ഥിച്ചതിന് ശേഷം വചനം കേൾക്കാനായിട്ട് തുടങ്ങി. അതുവരെ ഞങ്ങൾ കോട്ടയത്ത് ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിൽ വരുമ്പോഴേ കുട്ടികളുടെ കയ്യിൽ എന്ത് ബൈബിൾ ഇല്ലാത്തവരുടെ എല്ലാം കയ്യിൽ സമ്പൂർണ്ണ ബൈബിൾ കൊടുക്കും, അതെടുത്ത് വായിക്കാൻ ഉപയോഗിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ മുതൽ ഈ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ജിതിൻ എന്ത് ചെയ്തു? ബൈബിൾ വായിക്കാൻ തുടങ്ങി, എടുത്തു സ്വരമുയർത്തി വായിക്കാൻ തുടങ്ങി, വായിക്കും, ധ്യാനിക്കും. ഇൻ്റർവൽ സമയത്തിലൊക്കെ ആദ്യമായിട്ട് അവൻ സങ്കീർത്തനങ്ങളൊക്കെ ചൊല്ലാനൊക്കെ തുടങ്ങി. അതുവഴി ദൈവത്തിൻ്റെ കൃപ അവന് പ്രവർത്തിക്കാൻ തുടങ്ങി. ധ്യാനം കഴിഞ്ഞ് പോകുമ്പോഴും പറഞ്ഞു, ഞാൻ ഇനി മുതലുള്ള സമയത്ത് എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കുമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, രൂപാന്തരീകരണം സംഭവിച്ചപ്പോൾ അവൻ്റെ പഠിത്തത്തിൽ ഉയർച്ചയുണ്ടായി. പഠിക്കുന്നതിൽ എന്തുണ്ടായി? ഒരു ക്രമമുണ്ടായി. മറ്റത് ഉറക്കം വരുന്നിടം വരെ എന്തെങ്കിലും ഇഷ്ടം പോലെ ചെയ്തുകൊണ്ട് തോന്നുമ്പോൾ കിടക്കുന്നു, തോന്നുമ്പോൾ അതൊക്കെ മാറിയിട്ട് അവൻ്റെ ലൈഫ് ദൈവജനപ്രകാരം ഡിസിപ്ലിനിലേക്ക് വന്നു. അപ്പോഴെന്താണെന്നറിയാമോ? പരാജയം പ്രതീക്ഷ അവൻ്റെ മേൽ ഇരുന്ന് അവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ അടുക്കലോട്ട് വിജയങ്ങൾ കടന്നു വരാനായിട്ട് തുടങ്ങി. ദൈവകൃപയാൽ ആ വർഷം നല്ല മാർക്ക് വാങ്ങി ആ കുട്ടിക്ക് ജീവിതത്തിൽ ആ 10ാം ക്ലാസ് എന്ന വിജയത്തിൽ നല്ല വിജയം നേടാൻ ദൈവം അനുവദിച്ചു. വാസ്തവത്തിൽ ഈ കുട്ടിയുടെ പ്രശ്നം ഇതായിരുന്നു. അവൻ്റെ വ്യക്തി ജീവിതത്തിൽ അവൻ തന്നിഷ്ടപ്രകാരം ജീവിച്ചു. എന്നാൽ യേശു വന്നപ്പോൾ, യേശുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറായപ്പോൾ അവനെ തേടി അനുഗ്രഹങ്ങൾ വന്നു. മറ്റത് അവനെ തേടി ആരാ വന്നുകൊണ്ടിരുന്നത്? സിംഹങ്ങളാണ്. അതുപോലെ തന്നെ സന്തോഷേട്ടാ, നമ്മളിപ്പോൾ കണ്ടു ഈ സമരിയാക്കാരുടെ ജീവിതത്തിൽ ദൈവം സിംഹങ്ങളെ അയച്ചെന്ന് കണ്ടു. അപ്പോൾ ഈ പ്രകൃതിക്ഷോഭങ്ങളും മറ്റും ഉണ്ടാകുന്നത് ഇന്ന് നമ്മൾ പലയിടത്തും കാണുന്നുണ്ടല്ലോ. അതും നമ്മൾ ദൈവഹിതം അറിയാതെ, ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ, ദൈവവചനം അനുസരിക്കാതെ ജീവിക്കുമ്പോഴാണോ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ടാകുന്നത്? ചിലപ്പോൾ അങ്ങനെ ഉണ്ടാകും. എല്ലാം അങ്ങനെയാണെന്നോ അതുകൊണ്ട് മാത്രമൊന്നുമല്ല. ബൈബിൾ നമ്മളെ നോക്കുമ്പോൾ, ബൈബിൾ പത്രം പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും, ഇസ്രായേൽ ജനം പാപം ചെയ്ത് അവർ ദൈവത്തെ നിഷേധിക്കുക, ദൈവത്തെ തള്ളിപ്പറയുക, തന്നിഷ്ടപ്രകാരം ജീവിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ കൃപ അവരിൽ എന്ത് ചെയ്യുന്നു? നഷ്ടപ്പെടുന്നു. അപ്പോഴവരെന്ത് ചെയ്യുന്നു? ഏതെങ്കിലും രാജ്യം അവരെ അടിമത്തത്തിലേക്ക് കൊണ്ടുവന്നു.
അതിനുശേഷം ബൈബിൾ ചരിത്രം നോക്കുമ്പോൾ ഇസ്രായേൽ ജനം വീണ്ടും എന്ത് ചെയ്യുന്നു? കർത്താവെ രക്ഷിക്കണമേ എന്ന് നിലവിളിക്കുന്നു. തങ്ങളുടെ പാപങ്ങളെല്ലാം ഏറ്റുപറയുന്നു. അവർ ദേവാലയത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ അടിമത്തത്തിൽ നിന്ന് വീണ്ടും അവർക്ക് എന്ത് ചെയ്യുന്നു? മോചനം. അപ്പം നമ്മൾ പാപത്തിൽ നിൽക്കുമ്പോൾ ചിലപ്പോൾ പ്രകൃതി പോലും നമുക്ക് എന്തായിത്തീരാം? എതിരായിട്ട് മാറാം. ഇപ്പം ഇവിടെ ബൈബിളിൽ നമ്മൾ നോക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്, ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന എടുത്തു നോക്കുക, അവർ പാപത്തിൽ നിന്നും പ്രകൃതി അല്ലെങ്കിൽ സിംഹം വന്നവരെ ശല്യപ്പെടുത്തി അവർ ദൈവജനത്തിലേക്ക് വന്നപ്പോൾ ആ ശല്യം ഒഴിവായി. ഇതേപോലെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാം. അവിടെയാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പ്രകൃതിക്ഷോഭം പോലെയുള്ള അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ, സമൂഹത്തിൽ പ്രകൃതിക്ഷോഭം വരുമ്പോൾ, അല്ലെങ്കിൽ പ്രകൃതിയിലൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ കടമയാണ് ഒരു ആത്മശോധന ചെയ്യുക എന്നുള്ളത്. ദൈവമേ, ഞങ്ങൾ അങ്ങേ മറന്ന് തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നതുകൊണ്ടാണോ ഈ അനർത്ഥങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നത്? അങ്ങനെ നമ്മൾ ചോദിച്ചാൽ ചിലപ്പോൾ അതാണെങ്കിൽ വെളിപ്പെടുത്തി കിട്ടും. വെളിപ്പെടുത്തി കിട്ടുമ്പോൾ ആ മേഖലയോർത്ത് അനുദപിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറാകുമ്പോൾ എന്ത് ചെയ്യുന്നു? പ്രകൃതി നമുക്ക് എന്തായിട്ട് മാറും? അനുകൂലമായിട്ട് മാറുകയും ചെയ്യും. എന്നാൽ ചില അവസരങ്ങളിൽ നമുക്ക് കാണാം, ഒരിക്കൽ മാത്രം പ്രാർത്ഥിക്കുകയും ആണ്ടുകുമ്പസാരം മാത്രം നടത്തുകയും വർഷത്തിലൊരിക്കൽ മാത്രം വേളങ്കണ്ണിയിൽ പോവുകയും ചെയ്യുന്ന ആൾക്കാർക്കും അവരൊരു പ്രാവശ്യം പ്രാർത്ഥിച്ചാൽ അവർക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നുണ്ട്. സാധാരണ എല്ലാ ദിവസവും പള്ളിയിൽ പോവുകയും ശരിയായ രീതിയിൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരെക്കാളും കൂടുതൽ അനുഗ്രഹങ്ങൾ ചിലപ്പോൾ അവർ പ്രാപിക്കാറുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് സംഭവിക്കുന്നത് ചില വ്യക്തികളെ സംബന്ധിച്ചോളം അവർ ദൈവത്തിലാണ്. പക്ഷേ ഞാനിപ്പം ഇന്ന സ്ഥലത്ത് പോയി വേളാങ്കണ്ണിയിൽ എവിടെയെങ്കിലും പോയി പ്രാർത്ഥിക്കുന്നു, പക്ഷെ ആ ഫെയ്ത്ത് എൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ എനിക്ക് സമൂഹത്തിന് മുമ്പിൽ എന്ത് ചെയ്യുന്നത് കാണിക്കാൻ താല്പര്യമില്ലാത്തവരുണ്ട്. അങ്ങനെ കുറേ പേരുണ്ട്. അത് അവരുടെ ഓരോരുത്തരുടെ മാനസികാവസ്ഥ. അവർ അവിടെ പോയി, ഉദാഹരണമായിട്ട് ഇപ്പോൾ വേളാങ്കണ്ണി ഉദാഹരണമായിട്ട് അവിടെ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, എന്ത് ചെയ്യുന്നു? നല്ലൊരു കുമ്പസാരം നടത്തുന്നു, എല്ലാ കാര്യവും പറയുന്നു. അവിടെ കിട്ടുന്ന പ്രചോദനം അനുസരിച്ച് പക്ഷേ അവരുടെ ലൈഫ് നമ്മൾ പരിശോധിച്ചാൽ കാണാനായിട്ട് സാധിക്കും, അവർക്ക് രഹസ്യമായിട്ടൊരു നല്ലൊരു സ്പിരിച്വാലിറ്റി അവരുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ പുറമേ ഒന്നുമില്ല. നമ്മൾ ഉദ്ദേശിച്ചത് അല്ലാതെ അവർ കുറേ പേരുണ്ട്. അവർ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? ഷോയ്ക്ക് വേണ്ടി മാത്രം പോകുന്നത്. ഇപ്പം മോള് പറഞ്ഞ കാറ്റഗറിയിൽ പെട്ട ആൾക്കാർ എന്ത് ചെയ്യുന്നു? അവർ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ ആഴ്ചയിലൊരിക്കലും ജസ്റ്റ് പള്ളിയിൽ പോകുള്ളായിരിക്കും. പക്ഷെ അവർ ലൈഫ് സ്റ്റൈലിൽ അവരെന്ത് ചെയ്യുന്നു? വിശ്വാസം കാത്തു സൂക്ഷിക്കും. അവരിങ്ങനെ വൃത്തികെട്ട പ്രോഗ്രാമിനൊന്നും പോകത്തൊന്നുമില്ല. പക്ഷെ പുറമേ നമുക്ക് കാണാനൊന്നും ഇല്ലായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നതോ മാസം ഒരിക്കൽ പ്രാർത്ഥിക്കുന്നതല്ല. ഈശോയുടെ അനുഗ്രഹവും നമുക്ക് സ്വന്തമാക്കണമെങ്കിൽ ഈശോയുമായിട്ട് എന്ത് ചെയ്യണം? ഒരു കൂട്ടായ്മ ലഭിക്കണം. അതുകൊണ്ടാണ് 119 സങ്കീർത്തനം 11 വാക്യമുണ്ട്. ഒരു വ്യക്തിയെക്കുറിച്ച് ഈശോ പറയുന്നുണ്ട്. 119 സങ്കീർത്തനം അതിലെ 11 വാക്യം, 119:11. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഈശോ പറയുന്നതാണ്, ഒരാൾക്ക് പാപം ചെയ്യാതിരിക്കണമെങ്കിൽ അയാളുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ വചനം സൂക്ഷിക്കണം. കാരണം ദൈവത്തിൻ്റെ വചനമാണ് നമുക്ക് ഒരു കാര്യം തെറ്റോ ശരിയോ എന്ന് തിരിച്ചറിയുവാനായിട്ട് സാധിക്കും. നമുക്ക് ചില എപ്പിസോഡുകൾ നമ്മളിത് പങ്കുവച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനം സജീവമാണ്, ഊർജ്ജസ്വലമാണ്, ഇരുതല വാളിനേക്കാളും മൂർച്ചേറിയതാണ്. അതെന്ത് ചെയ്യുന്നു? അസ്ഥികളെയും മജ്ജകളെയും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും വികാരങ്ങളെയും വിവേചിച്ചറിയുന്നതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കുമ്പോഴാണ് ആ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? പാപം ചെയ്യാതിരിക്കേണ്ടതിനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ദൈവവചനപ്രകാരം ജീവിതം ക്രമപ്പെടുത്തണമെങ്കിൽ കുട്ടിയുടെ ഹൃദയത്തിൽ ആരുണ്ടായിരിക്കണം? ദൈവത്തിൻ്റെ വചനം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് 119 സങ്കീർത്തനം അതിൻ്റെ 105 വാക്യത്തിൽ 105 അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ഉണ്ട്. ദൈവത്തിൻ്റെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ ഇപ്പം നമുക്കറിയാം, ഇരുട്ടിൽ പോകുമ്പോൾ പാദത്തിനും പാതയ്ക്കും എന്ത് ചെയ്യണം? വെളിച്ചം വേണം. വെളിച്ചമില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇരുട്ടിൽ തട്ടി നമ്മൾ വീഴും, നമുക്ക് അപകടം ഉണ്ടാകാം. നമുക്ക് മാത്രമല്ല അപകടം ഉണ്ടാകുന്നത്, പിന്നെ ആരാ? ഞാൻ പോയി ഇടിക്കുന്ന വ്യക്തിക്കും അപകടം ഉണ്ടാകും. ഇപ്പോൾ നമ്മളിപ്പോൾ ഇരുട്ടത്തോട് നടക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ പോയി ഷോണിനെ ഇടിച്ചാൽ ഷോണിനും അപകടം, എനിക്കും അപകടം. അപ്പോൾ ഈശോ പറയാണ്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ
നിങ്ങളുടെ ജീവിതം ധന്യമാകുവാൻ അനുഗ്രഹപ്രദമായി തീരാനായിട്ട് എന്ത് ചെയ്യണം? അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. അപ്പോൾ ഇപ്രകാരം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വചനം വായിക്കാനും ധ്യാനിക്കാനും പ്രാർത്ഥിക്കാനും തയ്യാറായാൽ അതനുസരിച്ച് ജീവിതം എന്ത് ചെയ്യുന്നു? തന്നെ ക്രമപ്പെടും. ഈ ക്രമത്തിലൂടെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ ഭൗതിക അനുഗ്രഹം മാത്രമല്ല, ഈശോവുമായിട്ടുള്ളൊരു വ്യക്തിബന്ധം കിട്ടുമ്പോഴുള്ള ഗുണമെന്നറിയാവോ? ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്യുവാനും അതിജീവിക്കാനുള്ള കരുത്ത് ദൈവം നമുക്ക് തരികയും ചെയ്യും. അപ്പോൾ നമുക്ക് കൂടുതൽ ഈശോയുടെ സ്നേഹത്തിൽ വളരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ സന്തോഷേട്ടാ, നമ്മളിപ്പോൾ പലപ്പോഴും പല മാതാപിതാക്കളും പറയുന്നത് കേൾക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞാൽ പിള്ളേരൊന്നും അനുസരിക്കുന്നില്ല, പറയുന്നൊന്നും കേൾക്കുന്നില്ല. ഒരുപക്ഷെ അവരുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വചനം, ദൈവവുമായിട്ടുള്ള ഒരു അടുപ്പമില്ലായ്മയിൽ നിന്നായിരിക്കാം ഒരുപക്ഷെ ഈ മാതാപിതാക്കളോടുള്ള അടുപ്പക്കുറവ് വരെ ഉണ്ടാകുന്നത്, അല്ലേ? തീർച്ചയായിട്ടും പല കുട്ടികളും അതുകൊണ്ടാണ് ബൈബിൾ നമ്മൾ മൊത്തം പൊതുവെല്ലാം വായിച്ചു വരുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു കുട്ടി ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ തനിയെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യുന്നു? മാതാപിതാക്കളിൽ നിന്ന് അകലുമ്പോൾ ആരിൽ നിന്ന് അകലുന്നു? ദൈവത്തിൽ നിന്നും അകലും. കാരണം മാതാപിതാക്കൾ എന്ന് പറയുന്നത് ബൈബിൾ പ്രകാരം കാണപ്പെട്ട ദൈവം അദൃശ്യനാണെങ്കിലും ഒരു കുട്ടിയെ സംബന്ധിച്ചോളം അദൃശ്യനായ ദൈവത്തെ വെളിപ്പെടുത്തി കൊടുക്കാൻ ദൈവം നിയോഗിച്ച വ്യക്തികളാണ് ആര്? മാതാപിതാക്കൾ. അപ്പം മാതാപിതാക്കളിൽ അകലുന്നത് ആരിൽ നിന്ന് അകലുന്നില്ല? ദൈവത്തിൽ നിന്ന്. അപ്പോൾ നമ്മൾ മാതാപിതാക്കൾ അകന്നൊരു കുട്ടിയെക്കുറിച്ച് പഠിച്ചാൽ കാണാം ദൈവമായിട്ട് ആരും ബന്ധമില്ല, അല്ലെങ്കിൽ ദൈവമായിട്ട് ആരും ബന്ധമില്ലാത്ത കുട്ടിക്ക് ആരുമായിട്ട് ബന്ധമില്ല? മാതാപിതാക്കളായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇതെല്ലാം ഒരു ക്രമത്തിലേക്ക് വരണമെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടാണ് ഈശോയുടെ വചനം എന്ത് ചെയ്യണം? ഹൃദയത്തിൽ നിറയണം. അതുകൊണ്ടാണ് അങ്ങയുടെ വചനം എൻ്റെ പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശം. അപ്പം ജീവിതയാത്രയിൽ നമ്മൾക്ക് 90 വയസ്സ് വരെ ജീവിക്കേണ്ടവരാ. ആ വയസ്സ് വരെയും തട്ടാതെയും മുട്ടാതെയും മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? വചനമാകുന്ന പ്രകാശവും വചനമാകുന്ന വിളക്കും നമ്മൾ കരുതിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ജിതിൻ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിതം ക്രമപ്പെടുത്താൻ തുടങ്ങിയപ്പോൾ അവൻ്റെ ജീവിതത്തിൽ സിംഹങ്ങൾക്ക് പകരം അനുഗ്രഹം അവനെ തേടി വരാൻ തുടങ്ങി. കുഞ്ഞുങ്ങളെ, യേശുവിൻ്റെ വചനപ്രകാരം ജീവിതം ക്രമപ്പെടുത്തുമ്പോൾ നിങ്ങളെ തേടി ഈ പരീക്ഷാകാലത്ത് അനുഗ്രഹങ്ങൾ കടന്നു വരും. സ്നേഹനിധിയായ ഈശോയെ, ഇന്ന് ഞങ്ങൾ അങ്ങേ തിരുസന്നിധിയിൽ ഒന്നിച്ചു കൂടുമ്പോൾ അങ്ങയുടെ വചനത്തിൻ്റെ മാഹാത്മ്യത്തെ പറ്റിയാണ് ചർച്ച ചെയ്തത്. നല്ല ഈശോയെ, ഞങ്ങളുടെ ചിന്തകളും ഞങ്ങളുടെ പ്രവൃത്തികളും ഒന്നും പൂർണ്ണമല്ല. അങ്ങയുടെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഇഷ്ടമല്ല, അങ്ങയുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങയോട് ചേർന്ന് നിന്ന് അങ്ങയുടെ നല്ല മക്കളായി വളരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒന്നു ചേർന്നുകൊണ്ട് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ഞങ്ങളെ നല്ല മക്കളായി ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും പ്രത്യേകമായി അനുഗ്രഹിക്കണമേ. ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചത് ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നതിനെ പറ്റിയും അനുസരണത്തെ പറ്റിയുമായിരുന്നു. അടുത്ത എപ്പിസോഡിൽ ഒട്ടനേകം കാര്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർക്കാം.